ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ കാര്യങ്ങളാണ്. അദ്ദേഹം ഡെമോക്രീറ്റസിൻ്റെ അറ്റോമിക് തിയറിയുടെ ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അപ്പം മാറ്ററിലുള്ള ചെറിയ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസിനെയാണ് ആറ്റം എന്ന് പറയുക. ഓൾ ദ ആറ്റംസ് ഓഫ് എ ഗിവൺ എലിമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ. നമുക്ക് തന്നിരിക്കുന്ന എലിമെൻറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആറ്റവും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യമായിരിക്കും, അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് മാസസ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് എലിമെൻറ്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിലുള്ള ആറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ആവുമ്പം ആ എലിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ആറ്റത്തിൻ്റെ മാസും ഡിഫറെൻ്റ് ആയിരിക്കും. എ കോമ്പൗണ്ട് ഇസ് എ സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ എലിമെൻറ്റ്. സോ ഒന്നിൽ കൂടുതൽ എലിമെൻറ്റുകളെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നതാണ് ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ atoms are neither created nor destroyed but exchange partners to give new substances. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരിക്കലും പുതിയൊരു ആറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉള്ള ആറ്റം നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. പകരം എക്സ്ചേഞ്ച് പാർട്ട്നേഴ്സ് ടു ഗിവ് ന്യൂ സബ്സ്റ്റൻസസ്. അത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ suggests that atom is indivisible, but the discovery of subatomic particles like electron led to a revision of this theory. സോ അവർ പറഞ്ഞത് പ്രകാരം ആറ്റമാണ് ഏറ്റവും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ, അതിനുശേഷം പിന്നെ പാർട്ടിക്കിൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്തുള്ള ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ തിയറിക്കൊരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ ഈ തിയറി കുറച്ചും കൂടി റിവൈസ് ചെയ്യണം, ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തു.